അല്ല സോദാ, ആ ട്രാൻസ്ഫോമറിന്റെ ഫീസ് കെട്ടിട്ട് വന്നാ പോരായിരുന്നോ? ഫീസ് കെട്ടാൻ നിന്ന നേരം വഴുകൂലേ? കറക്റ്റ് ടൈമിന് പഞ്ച് ചെയ്തില്ലെങ്കിൽ ആംബിയർ ചൂടാവില്ലേ? അത് ശരിയാണ്. പിന്നെ നേരം കുറച്ച് വഴുകട്ടെ, ഒരു 4-5 പ്രാവശ്യം ഫോൺ ഇങ്ങോട്ട് വരട്ടെ. അതെ, നമുക്ക് സൗകര്യമുള്ളപ്പോ പോയി ശരി ശരി. മോർണിംഗ്. എടി ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ശരി. എന്താണ് നേരത്തെ? ഇന്ന് നേരത്തെ ആയി പോയി സാറേ. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ട്രാഫിക്കാ. എല്ലാവരും വണ്ടിയല്ലേ, പിന്നെ റോഡിൽ ഇറങ്ങിയ വണ്ടിയുടെ വേണം. ഒരു കണക്കിന് എത്തി സാറേ. ഓ, എന്താ? സത്യത്തിൽ സാറ് പോണതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. അതിപ്പോ നമ്മളും പെൻഷനായി കഴിഞ്ഞ് പോയല്ലേ പറ്റുള്ളൂ. അയ്യേ സാറ് ആരുടെ കാര്യം പറയണത്? സതീശന സാറിന്റെ കാര്യമല്ലേ? പിന്നെ അയാൾ പോയപ്പോ എനിക്ക് എന്താ വിഷമം? ഞാൻ സാറിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞത്. ഒരു പ്രൊമോഷനും ഒരു ട്രാൻസ്ഫറും ഒക്കെ ആകുമ്പോൾ അല്ല, പ്രൊമോഷൻ കിട്ടിയ സന്തോഷമാണ്. എന്റെ പൊന്നു സാറ്, അയാൾ പോണെങ്കിൽ പോട്ടെ, അയാൾ പണ്ടേ പോകേണ്ടതായിരുന്നു. നമ്മളിപ്പോ ഇത്രയും നാൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത അദ്ദേഹം ഒരു മേലുദ്യോഗസ്ഥനെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ട്രീറ്റ് കൊടുത്തു വേണം വിടാൻ. പിന്നെ ട്രീറ്റ് വേറെ പണിയില്ല. ആ, അമ്പിയറില്ല. എന്താ സാർ ഒരു ചർച്ച? ഇല്ല, നമ്മുടെ സത്യശീല സാറിന് ഒരു സെന്റ് ഓഫ് കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യായിരുന്നേ. എന്തിന്? ചോദിക്കും. എന്തിന്? അദ്ദേഹം ഇവിടെ നിന്ന് പോവല്ലേ, സന്തോഷിക്കല്ലേ വേണ്ട. എന്നാലും അതല്ലല്ലോ, നമ്മള് കൂടെ ഇത്രയും നാൾ വർക്ക് ചെയ്ത് നമ്മളൊരു മേലുദ്യോഗസ്ഥനെ നമ്മൾ സന്തോഷമായിട്ട് സെന്റ് ഓഫ് കൊടുത്ത് വീട്ടിൽ കൊണ്ടെത്തിക്കുക, അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. അപ്പൊ എല്ലാവരും കൂടി പിരിച്ച് ഒരു പാർട്ടി നടത്തണമെന്ന്. എത്ര കൊടുക്കണം? ഞാനൊന്നും കൊടുക്കില്ല, ഒരു അതാണ്. ഞങ്ങൾ ആരും ഇല്ല സാറേ. അതെ, അതൊന്നും ശരിയല്ല. അത് ഈ സഹപ്രവർത്തകരോട് കുറച്ചൊരു മയവും കരുണ ഇതൊക്കെ വേണേ. മനുഷ്യത്തില്ലാത്ത ആള് പോവാൻ വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ ആയി പോണേ. പക്ഷെ അപ്പൊ പെൻഷൻ ആവാൻ വരെ കാത്തുകണ്ടു വന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുകയാണ്. ഇനി അതിനൊരു ചെലവോ? എന്തായാലും പാർട്ടി നടക്കൂല. പിന്നെ ഇപ്പൊ അധികം മെഴുകാത്ത ഇവിടെ ഒരു പാർട്ടി വരില്ലേ, അത് നമ്മൾ എല്ലാ പൈസയും ചെലവാക്കും. എന്തിന്? നമ്മുടെ മന്മഥൻ സാർ സബ് എഞ്ചിനീയർ സ്ഥാനത്ത് നിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് ഇവിടുന്ന് പോവില്ലേ, അപ്പൊ നമ്മളൊരു പാർട്ടി നടത്തും. ഒരു നിമിഷം. നമസ്കാരം, KCB. 3255. ഗോപാലകൃഷ്ണൻ അടച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ തന്നെ ആളെ വിടാം, കണക്ട് ചെയ്യാൻ. ഇപ്പൊ വിടാം. അതെ, 3255 ഗോപാലകൃഷ്ണനില്ലേ, അവർ ഓൺലൈൻ വഴി കാശ് അടച്ചിട്ടുണ്ട്. കണ്ട, 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ സാറോട് ഞങ്ങൾ പറഞ്ഞതാ. കൃത്യമായിട്ട് അടക്കണ ആളാണ്. സുഗത, ആ ഗോപാലകൃഷ്ണൻ മരണപ്പെട്ടു. താൻ എന്നെ നിയമം പഠിപ്പിക്കണം. ഞാനിവിടുത്തെ ആണ്. വർഷം കുറയായി ഞാനിവിടെ ഇതെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പൊ പഠിപ്പിക്കണ്ട. ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. 1 മീറ്റർ അല്ല, 1/2 മീറ്റർ അല്ല, 1/4 സെന്റിമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ തീരുമാനം എടുക്കാനുള്ള അധികാരവും ആംബിയറും എനിക്കുണ്ട്. ഉണ്ട്. ഇയാൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് വന്നാൽ കണക്ഷൻ തരും, ഇല്ലെങ്കിൽ തരില്ല. ഞാൻ ഫോൺ വെച്ചിട്ട് പോടോ. 5-6 കയറി ഇറങ്ങും നീ കണക്ഷന് വേണ്ടിയിട്ട്. അതെ, എന്റെ പേര് കോയാന്നാണ്. പേര് ഇവിടെ നമുക്ക് ആവശ്യമില്ല, വന്ന കാര്യം പറയുക. 3-4 ആഴ്ചയായിട്ട് ഒന്നങ്ങോട്ട് വന്നു അങ്ങോട്ട് വരുത്തിയിട്ടൊരു പോക്ക. എന്താ ഇപ്പൊ ഇത് കഥ? ഇതിങ്ങനെ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എന്താ ഒരു കുടുംബത്തെ സ്ഥിതി? ഞാൻ ഇക്കാച്ച ഷുഗറിന്റെ അസുഖമുള്ളതാണ്. അപ്പോ ഈ പറഞ്ഞ മാതിരി എൻ്റെ ഉമ്മ പറഞ്ഞ ഞങ്ങൾ ആലോചിച്ചൊക്കെ അത്രയും പ്രായമുള്ള ഒരാള് അതിനും വയ്ക്കാം. തീരെ നിവർത്തിയില്ലാകുമ്പോ ഞാൻ അയൽവക്കത്ത് നിന്ന് ആൾക്കാർ ഒരു മുളവടി എടുത്തിട്ട് അങ്ങടെ പെടക്കല. അതെ, നിങ്ങളെ പിള്ളേരെ വളർത്തു ദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അവരുടെ സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയണം. ഇത് ഇലക്ട്രിസിറ്റി ഓഫീസാണ്. കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ മുളവടി എടുത്ത് തല്ലിയ കാര്യം പറഞ്ഞതാരാ? നിങ്ങളുടെ കറണ്ടിന്റെ കാര്യ പറഞ്ഞത്. ഞാൻ ഈ കറണ്ട് പോകുമ്പോഴേ അവിടുന്ന് അയൽഭാഗത്തുനിന്ന് ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി ഇതുമ്മ 2 തല്ലിങ്ങനെ തല്ലിയാലാണ് ഇപ്പൊ ഒന്നിങ്ങനെ മിന്നിട്ടൊന്ന്. ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം.
ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ സർവീസ് വയർ ഉണ്ടല്ലോ, അതിലൊന്നും നിങ്ങൾക്ക് തൊടാനുള്ള അധികാരമില്ല. നിങ്ങൾ തുറന്നില്ലല്ലോ, അതിലെ പെടങ്ങ. അതിനെ ഇവിടെ വന്ന് പറഞ്ഞാൽ ഇവിടെ നാളെ വരും. ഉള്ള കാര്യം പറയാലോ, നിങ്ങൾ നല്ല സർവീസൊക്കെ തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. അങ്ങനെയാണ്, നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരിരിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. KCB പറഞ്ഞാൽ നമുക്ക് അത് അത്രയും നല്ല സർവീസ്, നമുക്കത് അറിയാം. നിങ്ങളുടെ കുറ്റം പറയല്ല കേട്ടോ. എന്നാലും 1-2 ആൾക്കാരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കായൊക്കെ മേടിക്കണവരും, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ആള് വന്നോ ശരിയാക്കിയോ? അതല്ലേ പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം ഒരു 100-500 ഉറുപ്പ്യക്കാർ എങ്ങായിക്ക് കൊടുത്ത് എന്നിട്ടും ശരിയാക്കി തരുന്നില്ല. ആ സാറ, എന്നാലും നടക്കട്ടെ വെച്ചിട്ട് രോഗിയോളാണ് 2 ആൾക്കാര്. അപ്പൊ നിയമം പറയാ. ഇവിടുന്ന് വന്ന ആളിന്റെ പേരറിയാമോ? ഇങ്ങോട്ട് മുടിയൊക്കെ അങ്ങനെ വളർത്തി ബാക്കിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടൊരു കണ്ട ഒരു എന്താ ഒരു സുഖമില്ലാത്ത മാതിരിയാണ് ആ ചങ്ങായി. ഒരു വകതിരിവില്ലാത്ത മാതിരിയാ. ഉണ്ണി. ഉണ്ണി. അതല്ലേ. ഞാനപ്പോ ഇതൊക്കെ കൊടുത്തിട്ടെങ്കിലും നടക്കട്ടെ. എത്ര കൊടുത്തു? 500 ഉറുപ്പ്യ കൊടുത്ത്. അതല്ല ഒന്നും സാരില്ല. പിന്നെ ഈ ഇങ്ങനെ ഒന്നും കൊടുത്ത് ശീലിപ്പിക്കരുത്, തെറ്റാണ് കേട്ടോ. അങ്ങനെ കൊടുത്തല്ല. കാരണം അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്ക്, ഞാനിവിടെ ആണ്, അതുകൊണ്ടാ. പിന്നെ നിങ്ങളുടെ അവിടുത്തെ ആ കംപ്ലൈന്റ് ഇന്ന് തന്നെ ആള് വന്ന് ശരിയാക്കി തരും. ഇനി എന്നെ കൊണ്ടൊരു മുളവടി ഇരിപ്പിക്കരുത്. അല്ല, നിങ്ങൾ മുളവടി എടുക്കരുത്, തുടരുത്. അത് ഞങ്ങളുടെ ഇതാണ്. ഇല്ല, തുടരുത് കേട്ടോ. ഇഷ്ടണ്ടായിട്ടല്ലേ വന്ന് നേരാക്കാത്ത കാരണമാണ്. അത് വരും, ആള് വരും. സാഹിബിച്ചല്ലേ, എന്നാ പോട്ടെ. എന്നാ ശരി. പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൂട്ടം പുള്ളിക്കിട്ട് പച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. സാർ എന്തിനാണ് വിളിച്ചത്? ഒരു കാര്യമില്ലാതെ വെറുതെ വിളിക്കും. പുതിയ സാറാണ്. സാറേ ഞാനിവിടുത്തെ ആരാടോ? സാറിന് ഇതുവരെ തിരിഞ്ഞിട്ടേ. സാർ ഇവിടുത്തെ മെയിൻ ഓഫീസറാണ് സാർ. എന്റെ പദവി എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് എന്താണെന്ന് അറിയില്ലേ സാർ? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, KCB ലിമിറ്റഡ് കമ്പനി. ഇത്രയും വലിയ കമ്പനി ഇരുന്നിട്ടും സാറ് നമുക്ക് എൻ്റെ ഒരു പാർട്ടി തന്നിട്ടാ ഇതുവരെ. പാർട്ടിക്കുള്ള വകയൊക്കെ പുറത്തുനിന്ന് വാങ്ങണുണ്ടല്ലോ. വാങ്ങണില്ലേ? അതെ, ഒരു പോസ്റ്റിൽ നിന്ന് എത്ര മീറ്റർ സർവീസ് വയറാണ് നമ്മൾ വലിച്ചു കൊടുക്കേണ്ടത് കണക്ഷൻ കൊടുക്കാൻ? അത് വെച്ചാൽ സാർ ഒരു പോസ്റ്റ് എന്ന് വിചാരിക്കാം. സാറെ കഴുത്തിന് ഒരു ചരട് കെട്ടിയിട്ട് നമ്മൾ ദാമോട്ടിനെ പിടിയുണ്ടല്ലോ, ആടത്തേക്ക് വലിച്ചു കിട്ടിയ കറക്റ്റ്. നിർത്തണോ? വെറുതെ 1 മീറ്റർ സർവീസ് വയറിന്റെ കോസ്റ്റ് എത്രയാണെന്നറിയാം? എത്രയാണ് സാർ? എത്രയാണ്? എന്നോട് ചോദിക്കണം, തനിക്കറിയില്ലേ? ഇത് താൻ ലൈൻമാൻ അല്ലേ? സാർ 5, 5, 2, 5, 10, 3, 5, 4 അല്ലേ സാറേ? 1 മീറ്റർ സർവീസ് വയറിന്റെ കോസ്റ്റ് 15 രൂപ. 15 രൂപ. നമുക്ക് ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടത് അനുവദിച്ചിട്ടുള്ളത് 35 മീറ്റർ. അതെ. അപ്പൊ 35 ഗുണം 15 എത്ര? അരിക്കണം. അപ്പൊ 35 അരിക്കാൻ അറിയില്ല സാർ. 525 രൂപ. കറക്റ്റ്, വളരെ കറക്റ്റ്. അതെ, ആവശ്യപ്രകാരം നമ്മൾ സർവീസ് വയർ സൗജന്യമായിട്ട് കൊടുക്കേണ്ടതിന് താൻ എന്തിനാണ് ആ കോയ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് 500 രൂപ മേടിച്ചത് കൈക്കൂലി? അയ്യോ, ആര് കോയ പറഞ്ഞു സാറേ? അത് പറഞ്ഞു. പറയും. കാരണം സാർ അത് സ്നേഹത്തോടെ നമുക്കൊരു 500 രൂപ എടുത്ത് തരുമ്പം വേണ്ടാതെ എങ്ങനെയാണ് സാറേ പറയുന്നത്? ഒരു മനുഷ്യൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന നിലയിൽ തനിക്കെതിരെ എനിക്ക് നടപടി എടുക്കാൻ തന്നെ ജോലി ഇല്ലാതാക്കും ഞാൻ. സാറേ അത് അങ്ങനെ പറയല്ലോ സാറേ, അതൊന്ന് പറയാം. കൈക്കൂലി മേടിച്ചല്ലോ. 500 രൂപ മേടിച്ചു പോയി. എന്റെ കൈ പറ്റിപ്പോയി സാറേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, തനിക്ക് ജോലി വേണോ അതോ കൈക്കൂലി മതിയോ? 500 കിട്ടും. 500 ജോലി. 500 രൂപ എടുക്ക്. ഒരു ചെറിയ നീക്കുപോക്ക്. എന്ത്? അത് 250 രൂപ എനക്കും 250 രൂപ സാറിന്. ഞാൻ ചില്ലറാക്കും സാറേ. ചില്ലറ. തനിക്ക് 250 വേണോ ജോലി വേണോ? 250. അല്ലേ സാറേ, ജോലി മതിയല്ലോ. 250 എന്നാ പോ സാർ. അപ്പോൾ ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിച്ചാലും ഇല്ല സാർ, എന്ന നിലയിൽ ഞാൻ നടപടി എടുക്കുകയോ ഉണ്ണി. വേണ്ട സാർ, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ആയിക്കോട്ടെ സാർ. ചില്ലറ ആക്കണമെങ്കിൽ ഞാനിപ്പോൾ ആക്കി തരും. വേണ്ട, ചില്ലറ വേണ്ട സാറേ.